നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണം. സാമൂഹ്യവിരുദ്ധരെ പിടികൂടാത്തതിൽ പ്രതിഷേധം. മണർകാട്ട് പ്രതിഷേധവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. അധ്യയന വർഷാരംഭം പടിവാതിലിൽ. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തി മോട്ടോർ വാഹന വകുപ്പ്. പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ചു. ചികിത്സ ലഭിക്കാതെ പിഞ്ചു കുഞ്ഞു മരിച്ച സംഭവം. പാലാ കാർമൽ മെഡിക്കൽ സെന്ററിനും ജൂനിയർ ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ. കുഞ്ഞിന് കടുത്ത ന്യൂമോണിയ ബാധിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ വിശ്വാസികൾ പ്രതിഷേധവും പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി. ട്രിനിറ്റി ആംഗ്ലിക്കൻ ബിഷപ്പ് ഡോക്ടർ പത്രോസ് കൊമ്പുതറയിൽ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിനു നേരെ സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. പള്ളിയുടെ ചുറ്റുമതിലും ഇലക്ട്രിക് സംവിധാനങ്ങളും അക്രമികൾ തകർത്തിരുന്നു. അക്രമികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് വിശ്വാസികൾ പ്രതിഷേധ മാർച്ചും പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണയും നടത്തി. നിരവധി വിശ്വാസികൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ട്രിനിറ്റി ആംഗ്ലിക്കൻ ബിഷപ്പ് ഡോക്ടർ പത്രോസ് കൊച്ചുതറയിൽ ഉദ്ഘാടനം ചെയ്തു. മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെ ദേവാലയമായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. എന്നാൽ ഈ പാവപ്പെട്ടവനോട് ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു ധാരണ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊരിക്കലും നടപ്പിലാകുകയില്ല. ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറെ ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾ, അവർ കുറെ പാകതയും പക്വതയൊക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും ബാധകമല്ല. അവരധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയ ആ ദേവാലയം നശിപ്പിക്കുന്നവനെ എന്ത് തരത്തിലുള്ള പ്രതിഷേധവും ചെയ്യുവാനും ആക്രമിക്കുവാനും അതിനുപോലെ അവർ സന്നദ്ധരാണ്. പക്ഷേ സഭാ നേതാക്കന്മാരായിരിക്കുന്ന അച്ഛന്മാരും ഞങ്ങളുമൊക്കെ അവരെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. മാരാമൺ ഭദ്രാസന വൈദിക സെക്രട്ടറി ഡോക്ടർ ജോയ്സ് ജോൺ അധ്യക്ഷനായി. ബിഷപ്പ് കമ്മിസാറി ഡോക്ടർ ജോൺസൺ മാത്യു, കോർ എപ്പിസ്കോപ്പ ഡോക്ടർ തോമസ് നെടുമല, PR ജോൺസൺ പയ്യാമ്പള്ളി, വികാരി ഫാദർ ജെയിംസ് മാത്യു, യുവജന പ്രസിഡന്റ് കൊച്ചുമോൻ ചാമക്കാല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ച് കോട്ടയം താലൂക്കിലെ സ്കൂൾ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു. മണർകാട് സെന്റ് മേരീസ് പള്ളി മൈതാനത്തായിരുന്നു പരിശോധനയിൽ പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ചു. മണർകാട് സെന്റ് മേരീസ് പള്ളി മൈതാനത്ത് നടന്ന കോട്ടയം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹന പരിശോധനയിൽ 270 വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ചു. ഇതിൽ 34 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് നേടാൻ കഴിഞ്ഞില്ല. കോട്ടയം RTO, എൻഫോഴ്സ്മെന്റ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. RTO അജിത് കുമാർ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവൽ, ആഷകുമാർ, മെൽവിൻ ക്ലേറ്റസ്, രജീഷ് കുമാർ PR, രാജേഷ് മോൻ, AVIമാരായ ജോർജ് വർഗീസ്, മനോജ്, നിഖിൽ ബാലൻ, ജിനേഷ് മോൻ, ഉമാനാഥ്, ശ്രീകുമാർ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ ഈ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിട്ട് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു സ്കൂൾ ബസ്സുകളുടെ കോളേജ് ബസ്സുകളുടെ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ എല്ലാ ഡ്രൈവേഴ്സിനും അറ്റൻഡേഴ്സ് ആയമാർക്കുള്ള ട്രെയിനിങ് കോളേജ് സ്കൂളിൽ വെച്ച് നമ്മൾ നടത്തിയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് ഇവിടെ ബസ് പരിശോധനയ്ക്ക് എത്തിയത്. മണർകാടിലെ പള്ളിയുടെ ഗ്രൗണ്ടിലാണ്. ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു 200-ൽ മേളിൽ വാഹനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മെയിനായിട്ട് കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ട GPS സിസ്റ്റംസ്, പിന്നെ സ്പീഡ് ഗവർണർ, പിന്നെ വണ്ടിയുടെ എല്ലാ ഫിറ്റ്നസ് പരിശോധന പോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനകത്ത് ഇവിടെ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ വേണമെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാം, വാഹനം റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവരാം. ഇല്ലാത്ത പക്ഷം നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകിയത്. ബഹുമാനപ്പെട്ട RTO ഇവിടെ വന്നിരുന്നു. RTOയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നമ്മൾ നടക്കുന്നത്. സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കുള്ള ID കാർഡ് വിതരണവും ഇതോടൊപ്പം നടന്നു. RTO അജിത് കുമാർ ID കാർഡുകളുടെ വിതരണം നിർവഹിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കറും പതിപ്പിച്ചു. ഈ വാഹനങ്ങൾക്ക് മാത്രമാണ് ഇനി വിദ്യാർത്ഥികളുമായി യാത്ര നടത്താൻ കഴിയുള്ളൂ എന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൃത്യമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് പിഞ്ചുകുഞ്ഞ് മരിക്കാനിടയായ സംഭവത്തിൽ പാലാ കാർമൽ മെഡിക്കൽ സെന്ററിനും ജൂനിയർ ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ. കുഞ്ഞിന് കടുത്ത ന്യൂമോണിയ ബാധിച്ചിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.
ചികിത്സ നൽകാതെ ആശുപത്രിയിൽ നിന്നും മടക്കി അയച്ചതിനെ തുടർന്ന് മരണപ്പെട്ട പിഞ്ചു കുഞ്ഞിന് കടുത്ത ന്യൂമോണിയ ബാധിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാലാ കാർമൽ ആശുപത്രിക്കും ജൂനിയർ ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ. രാമപുരം നീറന്താനം മുകേഷ് ഭവനിൽ മുകേഷ് കുമാർ ഗീതു ദമ്പതികളുടെ 4 മാസം പ്രായമായ മകൾ അക്ഷരയാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മരിച്ചത്. മാർച്ച് 1-നാണ് ജലദോഷവും കഫക്കെട്ടും പിടിപെട്ടതിനെ തുടർന്ന് അക്ഷരയെ പാലാ കാർമൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. കാഷ്വാലിറ്റിയിലുള്ള ജൂനിയർ ഡ്യൂട്ടി ഡോക്ടർ പരിശോധിച്ച ശേഷം യാതൊരു കുഴപ്പവുമില്ലെന്ന് കാട്ടി മരുന്ന് നൽകി തിരിച്ചയക്കുകയായിരുന്നുവെന്നും മാതാപിതാക്കൾ പറഞ്ഞു. പിന്നെ നോക്കിയില്ല, നോക്കാതിരുന്നോണ്ട് പിന്നെ ചേറി പോയിരുന്ന സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ചെസ്റ്റ് ക്ലിയർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, മോൾ ഓക്കെയാന്ന് പറഞ്ഞു. അതിന്റെ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂത്ത മോന് ജലദോഷം കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവും എന്ന് പറയും, അതുകൊണ്ടാ എങ്ങനെ ചോദിച്ചതെന്നും പറഞ്ഞു. മോൾ ഓക്കെയാ, മോക്ക് ഒരു കുഴപ്പമില്ല, മോക്ക് എന്തെങ്കിലും 6 മാസം 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ചു വരും, ഈ 2 സൈഡും അടിച്ചു വരും, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല, മോൾ ഓക്കെയാ, മോക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെയും കുഞ്ഞിന്റെ ഈ സൗണ്ടിന്റെ കാര്യം, ഈ കുറുകുറുപ്പിന്റെ കാര്യം ഇതുമാണ് ചോദിച്ചത്. ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ ഒരുപാട് ആവർത്തിച്ച് പറഞ്ഞു മോൾ ഓക്കെയാണ്. പിറ്റേ ദിവസം കുറവില്ലാതെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചതായും ശരിയായ ചികിത്സ കിട്ടിയില്ലെന്നും ഇവർ പറഞ്ഞു. മിക്ക ആശുപത്രികളിലും രാത്രികാലങ്ങളിൽ പ്രൊഫഷണൽ കാറ്റഗറിയിലുള്ള ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് കാഷ്വാലിറ്റിയിൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എബി ജെ ജോസ്, ജനറൽ സെക്രട്ടറി സാംജി പാഴേപ്പറമ്പിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഭരണങ്ങാനം ചൊക്കലിൽ ഉരുൾപൊട്ടി നിരവധി വീടുകളിൽ ചെളിയും വെള്ളവും കയറി. 2013 ഇവിടെയാണ് മേഘവിസ്ഫോടനം നടന്നത്. ഭരണങ്ങാനം വില്ലേജിലെ ചോക്കലിലുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളിൽ ചെളിയും വെള്ളവും കയറി. 2013 മേഘവിസ്ഫോടനം നടന്നത് ഇതേ പ്രദേശത്താണ്. മേലുകാവ് പഞ്ചായത്ത് 9-ാം വാർഡിൽ പടപ്പനാട്ട് പത്മനാഭൻ, ബിജു, പനച്ചിയിൽ അജിത, തൂങ്ങുപാലയിൽ തങ്കച്ചൻ, ഒട്ടക്കുറ്റിയിൽ രാജു, പൂവേലിൽ ജയൻ എന്നിവരുടെ വീടുകളിലാണ് ചെളിയും വെള്ളവും കയറിയത്. പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റുകളും ഒടിഞ്ഞു. കൊച്ചുപറമ്പിൽ മുരളി, കിഴക്കേടത്ത് സിബിറ്റ്, മംഗലത്ത് രാധാകൃഷ്ണൻ എന്നിവരുടെ പുരയിടത്തിലൂടെയാണ് ഉരുൾ വന്നത്. ഉരുൾ പാറക്കെട്ടുകളിൽ ഇടിച്ച് 3ആയി തിരിഞ്ഞതിനാൽ ശക്തി കുറഞ്ഞാണ് താഴ്ഭാഗത്തേക്ക് എത്തിയത്. ഇത് വൻ അപകടം ഒഴിവാക്കി. പ്രദേശത്ത് വീടിന് സമീപത്തുള്ള കൈത്തോട് വഴിയാണ് ഉരുൾപൊട്ടൽ ഒലിച്ചു വന്നത്. പടപ്പനാട്ട് പത്മനാഭൻ എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ മുകളിൽ ഏകദേശം 300 മീറ്റർ മുകളിൽ വെച്ചാണ് ഈ മേഘസ്ഫോടനത്തിൻ്റെ സംഭവം ഉണ്ടായതായിട്ട് മനസ്സിലാകുന്നത്. അവിടുന്ന് നേരതായിട്ട് വന്ന അദ്ദേഹത്തിൻ്റെ വീട് നശിച്ചു പോകുന്ന രീതിയിൽ സംഭവിക്കുമായിരുന്നു. എന്നാൽ അത് അവിടെ നിന്ന് നിലത്തെ തട്ടി കല്ലും മണ്ണും വന്ന് തടഞ്ഞ് അത് ഡൈവേർട്ട് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് പോയി ആ ഉരുള് താഴേക്ക് ഒലിക്കുകയാണ് ചെയ്തത്. ആ പോകുന്ന സ്ഥലത്തൂടെയാണ് പടപ്പനാട്ട് ബിജു എന്ന ആളുടെ വീടുള്ളത്. അവിടെ വന്നിട്ടും അത് വേറൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ഈ 2 വീട് അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, പാലാ. ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാമിന് ആദരം അർപ്പിച്ച് കോട്ടയത്ത് ചലച്ചിത്രമേള. ഈ മാസം 31-ന് CMS കോളേജ് തിയേറ്ററിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ചലച്ചിത്രകാരൻ ജോൺ എബ്രഹാമിന്റെ 37ാമത് ചരമവാർഷിക ദിനത്തിലാണ് കോട്ടയം ഫിലിം സൊസൈറ്റി, ചലച്ചിത്ര അക്കാദമിയുടെയും CMS കോളേജിന്റെയും നേതൃത്വത്തിൽ ഏകദിന ചലച്ചിത്രമേള ഒരുക്കുന്നത്. ജോൺ എബ്രഹാം രചനയും സംവിധാനവും നിർവഹിച്ച പ്രശസ്ത ചിത്രങ്ങളായ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, അഗ്രഹാരത്തിലെ കഴുത, അമ്മ അറിയാൻ എന്നിവയ്ക്കൊപ്പം പ്രേംചന്ദ് സംവിധാനം ചെയ്ത ജോൺ എന്ന ചിത്രവും CMS കോളേജിൽ പ്രദർശിപ്പിക്കുമെന്ന് സംവിധായകൻ ജയരാജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട നഗരമായ കോട്ടയം, അതോടൊപ്പം അദ്ദേഹം പഠിച്ച CMS കോളേജ് അങ്കണത്തിലെ CMS കോളേജ് തിയേറ്ററിലാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളുടെ പ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കോട്ടയത്ത് ഇത്രയും വിപുലമായി ജോൺ എബ്രഹാമിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമകൾ അവതരിപ്പിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവൽ. അമ്മയറിയാൻ, അഗ്രഹാരത്തിൽ കഴുത, ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ തുടങ്ങിയ അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത സിനിമകളും, അതോടൊപ്പം പ്രേംചന്ദ് എടുത്ത് ജോണിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, ജോൺ. ആ ഡോക്യുമെൻ്ററിയും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച്.
തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിക്കുന്ന ഫെസ്റ്റിവൽ രാവിലെ 10-ന് തോമസ് ചാഴിക്കാടൻ MP ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ മന്ത്രി VN വാസവൻ മുഖ്യാതിഥിയാകും. വാർത്താ സമ്മേളനത്തിൽ പ്രദീപ് നായർ, സജി കോട്ടയം തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ കൺസ്യൂമർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങി. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന TC തോമസ് താമരക്കുന്നേൽ ഏറ്റുവാങ്ങി. ബാങ്ക് വൈസ് പ്രസിഡന്റ് ലാജി തോമസ്, ഭരണസമിതി അംഗങ്ങളായ MG ഗോപാലകൃഷ്ണൻ നായർ, PV ജോർജ്, VK ബാബുരാജ്, പ്രീത MT, മോളി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി കാവ്യ രാജേഷ് ചേനപ്പാടി RP ഗവൺമെന്റ് VHSSന്റെ അഭിമാനമായി മാറി. ആദ്യം 9 A+ഉം 1 Aയുമാണ് ലഭിച്ചത്. പുനർമൂല്യനിർണ്ണയത്തിൽ കണക്കിന് A+ ലഭിച്ചതോടെ എല്ലാ വിഷയങ്ങൾക്കും കാവ്യയ്ക്ക് A+ നേടാനായി. സ്കൂൾ PTA-യും SMC അംഗങ്ങളും അധ്യാപകരും വീട്ടിലെത്തി കാവ്യയെ അഭിനന്ദിച്ചു. വെള്ളവും ചെളിയും കയറി മാലിന്യം നിറഞ്ഞ പാലാ കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ശുചീകരണം നടന്നു. നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ നേതൃത്വം നൽകി. പാലാ ടൗണിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പേമാരിയിലും വെള്ളപ്പൊക്കത്തിലും നഗരത്തിലെ വിവിധ റോഡുകളിൽ വെള്ളം കയറി. വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ വെള്ളം ഇറങ്ങിയപ്പോൾ ചെളിയും മാലിന്യവും വിവിധ ഇടങ്ങളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലെ മാലിന്യം രാവിലെ നീക്കം ചെയ്തു. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ നേതൃത്വം നൽകി. പാലാ നഗരവും കൊട്ടാരമറ്റം ബസ്സാണിപ്പെല്ലാം വെള്ളത്തിലായി. കടക്കാർക്കും ജീവനക്കാർക്കും അതോടൊപ്പം യാത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഈ മറ്റു സ്ഥലങ്ങളിൽ ഭാഗത്തെ വെള്ളം ഈ കൊട്ടാരത്തിൽ സംഭവിച്ചപ്പോൾ അവിടെ വളരെയധികം ചെളികളും എക്കലുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വന്നിട്ട് വിടുന്ന ഒരു യാത്രക്കാർ പോലും നടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയെ എന്നാൽ ഇന്ന് രാവിലെ മുനിസിപ്പൽ തൊഴിലാളികൾ ആയിരുന്നു മറ്റ് ഇവിടുത്തെ ജീവനക്കാരുടെ സഹായത്തോടെ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അത് ദിവസങ്ങളിലും മഴ പ്രതീക്ഷിക്കാം. പക്ഷേ ചില ഓരോ അടങ്ങിയതാണ് പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതെന്തായാലും കുറയ്ക്കാനുള്ള നടപടി ഉണ്ടാകും. വൈസ് ചെയർമാൻ ലീന സണ്ണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു കൊല്ലംപറമ്പിൽ, സാവിയോ കാവുകാട്ട്, കൗൺസിലർ ജോസ് ചീരാങ്കുഴി, പാലാ ഫയർഫോഴ്സ്, പാലാ പോലീസ്, നഗരസഭാ ജീവനക്കാർ, ബസ് തൊഴിലാളികൾ തുടങ്ങിയവർ കൊട്ടാരമറ്റം സ്റ്റാൻഡ് വൃത്തിയാക്കുന്നതിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലാ. മഴവെള്ളപ്പാച്ചിലിൽ പാലാ നെല്ലിയാനി ബൈപ്പാസിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു. ടാർ ഭാഗം വരെ റോഡ് ഇടിഞ്ഞു താണിട്ടുണ്ട്. പാലാ മേഖലയിൽ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ നെല്ലിയാനി ബൈപ്പാസ് റോഡിൽ കിസാൻ കവലയ്ക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടസ്ഥിതിയിലായി. ടാർ ഭാഗം വരെ റോഡ് ഇടിഞ്ഞു താഴ്ന്നു. മറ്റ് ഇടറോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ഇതുവഴിയാണ് വാഹനയാത്രക്കാർ കടന്നുപോകുന്നത്. നിരവധി അന്തർസംസ്ഥാന വാഹനങ്ങളും ഈ വഴി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വാഹനത്തിരക്കേറിയ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അപകട സാധ്യത ഏറിയതിനാൽ അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ബിജു PWD അധികൃതരോട് ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഇവിടെ താൽക്കാലിക മുന്നറിയിപ്പ് ക്രമീകരണവും ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഇടക്കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം പാർട്ട് ടൈം ജൂനിയർ അറബി, HSST, ഹിന്ദി എന്നിവയിൽ അധ്യാപക ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 1-ന് രാവിലെ 10:30 സ്കൂളിലെത്തണം. കുഴിമാവ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30-ാം തീയതി രാവിലെ 11-ന് അഭിമുഖത്തിന് എത്തണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണർകാട് സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണം, സാമൂഹ്യവിരുദ്ധരെ പിടികൂടാത്തതിൽ പ്രതിഷേധം. മണർകാട്ട് പ്രതിഷേധവും പോലീസ് സ്റ്റേഷൻ മാർച്ചും. അധ്യയന വർഷാരംഭം പടിവാതിലിൽ. സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തി മോട്ടോർ വാഹന വകുപ്പ്. പാസായ വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്റ്റിക്കർ പതിച്ചു. ചികിത്സ ലഭിക്കാതെ പിഞ്ചു കുഞ്ഞു മരിച്ച സംഭവം. പാലാ കാർമൽ മെഡിക്കൽ സെന്ററിനും ജൂനിയർ ഡോക്ടർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ. കുഞ്ഞിന് കടുത്ത ന്യൂമോണിയ ബാധിച്ചിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.